ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ സ്കൂളിലെ അംഗം അവസാനിപ്പിച്ച് ഞാൻ 0 ടിക്കറ്റിൽ പ്രിയദർശിനിയിൽ ഒരു യാത്ര വീട്ടിലേക്ക്. ബാക്കി ദൂരം നടന്നു. അങ്ങനെ ഒടുവിൽ ഞാൻ വീട്ടിലെത്തി. ദേഹമെല്ലാം കഴുകി ഇന്നത്തെ ദിവസത്തെ മുഴുവൻ പൊടിയും ആവാഹിച്ചെടുത്ത് എൻ്റെ മുഖം തേച്ച് കഴുകി വൃത്തിയാക്കിയാണ് ഗൈസ്. ദാ ഇനി എൻ്റെ പടച്ചട്ട എടുത്ത് ധരിക്കട്ടെ. ഇതാ എൻ്റെ യുദ്ധഭൂമി കണ്ടോളൂ. ആ യുദ്ധഭൂമിയിൽ അതാ ഒരു ഭടൻ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നു. ഈ യുദ്ധഭൂമിയെ ഇങ്ങനെ ആക്കി വെച്ച ഒരു ഭടിയുണ്ട്. ആ ഭടി ഇതാ മുഖം പൊത്തി വരുന്നു. ഒരൽപ്പം കട്ടൻ ചായയും 2 കപ്പലണ്ടിയും കുറച്ചുകൊണ്ട് എന്തിനേയും നേരിടാൻ ഞാൻ തയ്യാറെടുത്തു ഗൈസ്. പക്ഷേ എൻ്റെ ക്ഷീണം അനുവദിച്ചില്ല. 2 മിനിറ്റ് ഞാനൊന്ന് ചാഞ്ഞു. പിന്നെ സകല ദൈവങ്ങളെയും വിളിച്ച് ശക്തി വീണ്ടെടുത്ത് ഞാൻ വീണ്ടും യുദ്ധഭൂമിയിലേക്ക് കടന്നു. ഉച്ചക്കത്തെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിയപ്പോൾ അല്പം ചെമ്മീൻ ചതച്ച് പറ്റിച്ചതും മീൻകറിയും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ട് പോയ മാങ്ങ എടുത്ത് പെട്ടെന്ന് തന്നെ അച്ചാറിട്ട് 2-3 കഷ്ണം പൈനാപ്പിളൊക്കെ എടുത്ത് അരിഞ്ഞടപ്പത്ത് വെച്ചു. പിന്നെ തേങ്ങ ചിരണ്ടുന്നു, ഇൻഗ്രീഡിയൻസ് എടുക്കുന്നു, ഒഴിക്കുന്നു, അരക്കുന്നു, അങ്ങനെ എങ്ങനെയോ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി സെറ്റായി. കടുവറ. പിന്നെ ഇനി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. പിന്നെ അതിനൊക്കെ ഡിന്നറും വിളമ്പിക്കൊടുത്ത് നാളത്തേക്കുള്ള പയറ്, ഗ്രീൻ പീസ്, നട്ട്സ് ഇതെല്ലാം വെള്ളത്തിലിട്ട പാത്രങ്ങളൊക്കെ കഴുകി വേസ്റ്റ് കളഞ്ഞ് വേസ്റ്റിൻ്റെ പാത്രവും കഴുകി കഴിയുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനി ബാക്കി തുണിയെല്ലാം അതിനകത്ത് അവിടെ ഇരിപ്പുണ്ട്. തുണി കഴുകണം, നാളത്തേക്കുള്ള ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ജോലികളുമായിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ദിവസം അവസാനിപ്പിക്കണം. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.